ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കഞ്ഞി വെക്കുന്ന അരിയും കൊണ്ട് അരിയുണ്ടയാണ് ആക്കാൻ പോകുന്നത്. അരിയുണ്ടയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പുഴുക്കലരിയാണ് എടുത്തത്. അത് ഞാൻ ഉരുളിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ അരി നല്ല മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇത് നമുക്കെടുത്ത് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചോണ്ട് വരണം മിക്സിയിൽ തണുത്തിട്ട്. ഞാനിത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് തരിയോടെയാണ് ഞാൻ പൊടിച്ചോണ്ട് വന്നത്, നൈസായിട്ട് പൊടിച്ചിട്ടില്ല. ഞാൻ ഒരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുളിയിലിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായി മൂക്കല്ലേ, ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. ലേശം വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. നമ്മുടെ തേങ്ങ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഓഫാക്കുക. നമുക്കിത് കുറേ നാൾ വെച്ച് തിന്നാനല്ല, നമ്മൾ ഒരാഴ്ചയൊക്കെ ഇത് ഇരിക്കും. കൂടുതൽ വെക്കാൻ പറ്റില്ല, അന്നേരം നമ്മൾ കൂടുതൽ തേങ്ങ മൂപ്പിക്കണം. ഞാനൊരു 5 കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. നമുക്ക് ഈ അരിയുണ്ടയിൽ ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് ബാദാമും കുറച്ച് കശുവണ്ടിയും നമുക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചോണ്ട് വന്ന അരിപ്പൊടി ഇടുക. നമ്മൾ ഈ കാഷ്യൂനട്ട് പൊടിച്ചത്, ബാദാം പൊടിച്ചത് ഇടുക. നമ്മൾ ഏലക്കയും ജീരകവും പൊടിച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇടുവാണേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ. ഇനി നമ്മൾ വെല്ലം പാനിയാക്കി വെച്ചിട്ടുണ്ടേ, അത് ഇതിലേക്ക് ചേർക്കുവാണേ. നമുക്ക് ഇത് കൊണ്ട് ഇനി ഒരു ഉണ്ടയാക്കി എടുക്കാം. പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടയാക്കി വെച്ചാൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.